ഞാനൊരു കാഴ്ച കണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു അത്. കാരണം ഒരു വീടിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ മതി എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലാത്ത സമയത്തോളം അള്ളാഹുവിനെ അല്ലാതെ വേറെ ആർക്കെങ്കിലും അവരുടെ വിശ്വാസം കടന്നു പോകുന്നുണ്ടോ? അങ്ങനെ ഒട്ടിച്ചാൽ മാത്രമേ ഉറപ്പ് വരികയുള്ളൂ. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണോ ഈ വീട്ടിലുള്ള ആളുകൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെന്ന്? എനിക്കറിയില്ല. എന്തു തന്നെയായിരുന്നാലും ഇത്തരക്കാരെ നാം ഒന്ന് കരുതിയിരിക്കുക. ഞാൻ അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്നെടുത്തു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം മൗലിദുകൾ ഓതി, മുഹീദ്ദീൻ മാലകൾ ചൊല്ലി, നഫീസ മാലകൾ ചൊല്ലി കഴിഞ്ഞുപോയവരായിരുന്നു. പെട്ടെന്ന് എന്താണ് ഇവർക്കൊക്കെ പറ്റിയത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആയാലും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയാണെങ്കിലും അവരുടെയൊക്കെ ജീവിതം പടച്ച റബ്ബിലേക്ക് മാറ്റിവെച്ചവരായിരുന്നു. അവരൊക്കെയും അവരുടെ ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ അവരുടെ ജീവിതങ്ങളിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിച്ചും അവരെ വിളിച്ചും അവരോടൊപ്പം കഴിയുന്ന കാലത്തോളം നമ്മളുടെ ഈമാനിന് കോട്ടം വരാതെ സംരക്ഷിച്ച് അതിനൊരു തിളക്കം വരികയാണ് ചെയ്യാറുള്ളത്. ഇത്തരക്കാരൊക്കെ ഇതൊക്കെ മാറ്റി നിർത്തി അവർക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിൽ അവരുടെ മാസികകളിലുടനീളം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് എന്ത് വെളിച്ചമാണ് കടന്നു വരിക? ഇത്തരക്കാർ നമ്മളെ പല വിധത്തിലും ശ്രദ്ധ തെറ്റിച്ച് ഇതൊക്കെ തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരും പെട്ടുപോകരുത്. കൃത്യമായി ബാങ്കിൻ്റെ സമയം കേൾക്കുമ്പോൾ നിസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു ഓട്ടമുണ്ട്. ഏത് തിരക്കിലാണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു വർത്തമാനമുണ്ട്. ഏതൊരു യാത്രക്കിടയിലും നിസ്കാരത്തിന് പ്രാധാന്യം കാണിച്ചുകൊണ്ടുള്ള ശീലങ്ങളുണ്ട്. അതൊന്നും ഒരിക്കലും ഈമാനിൻ്റെ ഭാഗമല്ല. അവരൊക്കെ സാധാരണക്കാരാണ്. അവർക്കൊരു വിലയും കൊടുക്കാതെ തട്ടിക്കളിക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ എന്ത് ഈമാനാണുള്ളത്? ഇതൊരു തരം അഹങ്കാരമല്ലേ? മൻ തവാളഅ റഫഅഹുല്ലാഹ്. മോനെ, നിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വിനയത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു രീതി ഉണ്ടാകണം. എങ്കിൽ അള്ളാഹു നിൻ്റെ ഈമാനിനെ ഇനിയും ഉയർത്തുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിക്കുക, ഇത്തരക്കാരുടെ പോക്ക് എങ്ങോട്ടാണ്? ഇവരെയൊക്കെ നിസ്സാരപ്പെടുത്തുന്ന കാലത്തോളം ഏതൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തു കാട്ടിയാലും അതിനൊന്നും ഒരു വെളിച്ചവും ഉണ്ടാവുകയില്ല. യൻളുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹ് ഹൃദയത്തിലാണ് നോക്കുന്നത്, അല്ലാതെ ലാ യൻളുറു ഇലാ സുവരിക്കും. എൻ്റെയോ നിങ്ങളുടെയോ രൂപങ്ങളിലേക്ക് അള്ളാഹ് നോക്കുന്നില്ല. ഈ കാട്ടായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നവർക്ക് ഇതറിയാം. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.